ഇന്നത്തെ ചന്ദ്രകാന്തം എപ്പിസോഡില് നമ്മുടെ പിങ്കിയുടെ ആ ഒരു ലക്ഷ്യം അത് നടക്കുന്നു. അതേ പ്രേക്ഷകരെ, നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആകെ ഒരു സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ നന്ദയ്ക്കും ഗൗതമിനും പുതിയൊരാളെ കിട്ടി. അതും നമ്മുടെ ആ ഒരു ഗീതുവിനെ തന്നെ, നമ്മുടെ രതീഷിന്റെ ഭാര്യ ഗീതുവിനെ തന്നെ അവർക്ക് കിട്ടി. അവർക്ക് ആ ഒരു മനസ്സിലാണെങ്കിൽ ഒരു പെണ്ണിനെ തന്നെ അവർക്ക് സർവഗോസ്തിക്ക് വേണ്ടി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യവരത്തിൽ നമ്മുടെ വല്യമ്മയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ വല്യമ്മ അപ്പോഴത്തേക്കും അധികം ഇഷ്ടക്കേടിലാണെങ്കിലും കൂടിയും ആ ഒരു പെണ്ണിനെ കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ സമാധാനത്തിൽ അവരോട് ഇഷ്ടം പോലെ അയക്കോ എന്നുള്ള രീതിയിൽ സമ്മതമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊക്കെ കേട്ട് നമ്മുടെ പിങ്കി വരുമ്പോൾ പിങ്കിനോട് നമ്മുടെ വല്യമ്മ പറയുന്നുണ്ട്, പിങ്കി നീ മനസ്സിലൊന്നും വിചാരിക്കരുത്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അവരതിൽ ചെയ്തോട്ടെ, നീ ഉള്ളിലൊന്നും വിചാരിക്കരുത് കേട്ടോ പിങ്കി എന്നൊക്കെ ഇങ്ങനെ വല്യമ്മ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇവളെ കാണിച്ച് ചപ്പിച്ച് ആ കുഞ്ഞിനെയും ഇല്ലാതാക്കിയാലോ എന്നുള്ള ഒരു പേടിയാണ് നമ്മുടെ വല്യമ്മയ്ക്ക്. അപ്പൊ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഇല്ല പിങ്കി, അപ്പൊ ഭയങ്കര നാടകം, ഇവരോടുള്ള ഒരു സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഞാൻ ഇവരുടെ കുഞ്ഞിനെ എന്റെ ആ ഒരു ഉദരത്തിൽ ചുമക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവർക്ക് എന്നെ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് അത് ചെയ്യാതിരിക്കുന്നതാണ് വല്യമ്മ നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വല്യമ്മയുടെ മുമ്പിലും നമ്മുടെ ഗൗതം നന്ദയുടെ മുന്നിലൊക്കെ ഭയങ്കര ആള് ചമയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി ഇത് ഇവളുടെ പൊറോട്ട നാടകമാണ് കേട്ടോ. അങ്ങനെ നന്ദ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ നമ്മുടെ ഗൗതവും പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിങ്കി ആകെപ്പാടെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തി നിൽക്കുവോ, തന്റെ ലക്ഷ്യമൊന്നും നടന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ പിങ്കി വെറുതെ ഇരിക്കുന്നില്ല. പിങ്കി വേഗം തന്നെ ഒരാളെ ഹെൽപ്പിന് വിളിച്ചിട്ട് പിങ്കി ഡോക്ടറിന്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ആ ഒരു അവരുടെ അടുത്തേക്ക്, അതായത് നമ്മുടെ ഗീതുവിന്റെ രതീഷിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കേട്ടോ. അപ്പൊ അന്നാണ് രാവിലെ ഇത്ര മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണം, അപ്പോള് എന്താണ്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു യൂട്രസിലേക്ക് ഇവരുടെ കുഞ്ഞിനെ നിക്ഷേപിക്കണം എന്നൊക്കെ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ടൈം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നന്ദയും ഗൗതമാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുക, കൂടെ നമ്മുടെ വല്യമ്മയും ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ രതീഷും ഭാര്യയും ഇങ്ങനെ പുറപ്പെടാൻ പോകുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ പിങ്കി വരുന്നുണ്ട്. പിങ്കി ഡോക്ടറിന്റെ വേഷത്തിലാട്ടോ വരുന്നത്, കള്ള വേഷമൊക്കെ കെട്ടി വരുക. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ടൈം ആയാലും നിങ്ങൾ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗീത് പറയുന്നുണ്ട് ആ സമയം വൈകി, ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോവുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് സർവീസിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു 2-3 ടെസ്റ്റും കൂടി നടത്താനുണ്ട്, നിങ്ങൾ അതിന്റെ കൂടി റിസൾട്ട് ആയിട്ട് വേണം അവിടേക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞ് അവരെ വേറൊരു ലാബിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ആണെങ്കിൽ ഡോക്ടർ വഴക്ക് പറയാ, നിങ്ങൾക്ക് ടൈമിന് ഒരു ഇതില്ലേ, ഈ ഒരു കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ പ്രഷർ ഏറ്റുക. അപ്പുറത്ത് നമ്മുടെ പിങ്കി ഇതൊക്കെ അറിഞ്ഞിട്ട് മനഃപൂർവ്വം അവരെ വൈകിപ്പിച്ച് അന്നത്തെ ദിവസം മൊത്തം ഡിലേ ആക്കാൻ വേണ്ടി ഇവര് പിങ്കിക്ക് പരിചയമുള്ള ഒരു ലാബിൽ, അതായത് അയാളെ ഏൽപ്പിച്ചിരിക്കുക, മാക്സിമം വൈകിയേ ഈ ഒരു റിസൾട്ട് ചെയ്തു കൊടുക്കാവൂ എന്നൊക്കെ പറഞ്ഞാൽ ഏൽപ്പിച്ചിരിക്കുക. അങ്ങനെ ഇവര് ലാബിലോട്ട് പറഞ്ഞു വിടുന്ന ഒരു രംഗമാട്ടോ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെ ഇവരുടെ ആ ഒരു എന്താ പറയാ ആ രതീഷും ഭാര്യയും ഭയങ്കരമായിട്ട് വൈകുകയും പിന്നെ ആ കൃത്യസമയത്ത് നമ്മുടെ പിങ്കി അവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വല്യമ്മയുടെ പ്രഷറും അതായത് നമ്മുടെ ഡോക്ടറിന്റെ പ്രഷറും എല്ലാം കൂടി നമ്മുടെ ഡോക്ടർ പറയുമ്പോൾ ഇവളും ഫിസിക്കലി ഓക്കെ ആയിരുന്നല്ലോ, പിങ്കിയും ഓക്കെ ആയിരുന്നല്ലോ, എന്നാ പിന്നെ പിങ്കിന് ചെയ്യാം, സമയം ഒട്ടും വൈകിക്കരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറും പറയും. നമ്മുടെ വല്യമ്മയും അപ്പൊ യെസ് മോളും നമ്മുടെ പിങ്കിക്കും സമ്മതം, ഗൗതമിനാണ് പാതി സമ്മതം. ഗൗതം പിന്നെ ഇപ്പോഴായി പിന്നെ ഒരു നട്ടലില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ എന്തായാലും ഗൗതമിനും പാതി സമ്മതം, ആകെ നന്ദയ്ക്ക് മാത്രം. നന്ദ അപ്പൊ അവിടെ നിന്നും പോയി കളയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗീതുവിനെയും രതീഷിനെയും അന്വേഷിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയാ കുഞ്ഞിനെ, നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞിനെ ഓൾറെഡി നമ്മുടെ പിങ്കിയുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന ആ ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. ഇനി നമ്മുടെ പിങ്കിയുടെ ഉള്ളിലാണ് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞ് വളരാൻ പോകുന്നത്. അതിന്റെ ഓരോ വളർച്ചയുടെ ഘട്ടവും അവരുടെ മുമ്പിലൂടെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗൗതമിന്റെ മനസ്സ് ഉറപ്പായിട്ടും ചാഞ്ചാടും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. പണ്ടേ പിങ്കി ഗൗതമിന്റെ ജീവനായിരുന്നു, ഇപ്പോൾ തന്റെ കുഞ്ഞ് പിങ്കിയുടെ ഉദരത്തിലാണല്ലോ എന്നുള്ളൊരു സെന്റിമെന്റും സിമ്പതിയും കൂടെ എന്താ പറയാ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ട് പിങ്കിയോട് ലാസ്റ്റ് ആ ഒരു അമിത സ്നേഹമായി തീരുമോ നമ്മുടെ ഗൗതമിന്. നന്ദയെ തള്ളിക്കളന്ന് പിങ്കിയെ സ്വീകരിക്കാനും മടി കാണിക്കില്ല ചിലപ്പോ ഗൗതം ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലെ. അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാം, ഈ ചന്ദ്രകാന്തത്തിന്റെ കഥയായതുകൊണ്ട് നമുക്ക് ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവർ പല രീതിയിലൂടെയും നമ്മളെ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഇത്രയും പുറത്തെ സീരിയൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന്. ഇത്രയും ഉറപ്പിച്ച സീരിയൽ വേറെയൊക്കെ ഉണ്ട് കേട്ടോ, പല സീരിയലും നമ്മുടെ ഏഷ്യാനെറ്റിലുണ്ട്, പക്ഷെ അത് എടുത്തെടുത്ത് പറയുന്നില്ല. എന്നാലും ഇതും ശരിയാണ്, നമ്മുടെ അർജുന്റെ മരണത്തിന് ശേഷം ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട്. നമ്മുടെ പിങ്കി എന്ന ക്യാരക്ടറിനെ നമ്മൾ അങ്ങേയറ്റം വെറുത്തു പോകുവാണ് അല്ലെ. അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.